സ്വാഗതം. എൻ്റെ പേര് നിതിൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇത് ഒരു മലയോര ഗ്രാമമാണ്. മഞ്ഞും മലകളും കുന്നുകളുമുള്ള ഒരു ഗ്രാമം. പണ്ട് കാടും മലയും വെട്ടിപ്പിടിച്ച് കുടിയേറി പാർത്ത പൂർവികർ. അവിടുത്തെ പ്രധാന തൊഴിൽ കൃഷിയാണ്. പിന്നെ പശു, ആട്, കോഴി അങ്ങനെ പോകും. ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലം. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയുമാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള വീടാണ്. ഞങ്ങൾ ആളുകൾ എല്ലാ ദിവസവും വോളിബോൾ കളിക്കും. കോളേജിൽ നിന്ന് വന്നാൽ ഞാനും കളിക്കാൻ പോകുന്നത് പതിവായിരുന്നു. കൃത്യം 5:30 ചെന്നാൽ കളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഔട്ട്. അതിനാൽ ഞാൻ കോളേജിൽ നിന്ന് പാഞ്ഞു വരും. വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ചില ജോലികൾ എനിക്കുണ്ട്. അതൊക്കെ തീർത്തിട്ട് കളിക്കാൻ പോകാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മ സമ്മതിക്കില്ല. അതിലൊന്നാണ് എൽസമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് പാല് മേടിക്കുന്നത്. എൽസമാൻറ്റി എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആൻറ്റിയായിരുന്നു. നല്ല പൊക്കം, വീട്ടിലെപ്പോഴും നൈറ്റിയാണ് വേഷം. വല്ലാത്തൊരു വയയുടെ സ്വഭാവമായിരുന്നു ആൻറ്റിക്ക്. രണ്ട് ആൺമക്കൾ. മൂത്ത മോൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ എൻ്റെ കൂടെ പഠിക്കുന്നു. ഭർത്താവ് ഒരു മുഴുകുടിയനാണ്, തങ്കച്ചൻ. അങ്ങനെ ഒരു മഴയുള്ള ദിവസം പതിവ് പോലെ പാല് മേടിക്കാൻ ഞാൻ പോയി. അവർ പുറത്തൊന്നും കണ്ടില്ല. ഞാൻ അവിടെ കിടന്ന് കൂവി വിളിച്ചു. 5 പ്രാവശ്യം വിളിച്ചപ്പോൾ അവർ കഥ തുറന്നു. ഉറക്കച്ചടവിൽ മുടി വായിക്കിട്ട് പുറത്തേക്ക് വന്നു. ആൻറ്റി പാലേ. ആൻറ്റി പെടലെ വെട്ടിച്ച സമയം നോക്കി. അയ്യോ മോനെ, ഞാൻ ഉറങ്ങിപ്പോയി. പശുവിനെ കറക്കാൻ മറന്നുപോയി. എനിക്ക് ദേഷ്യം വന്നു. എൻ്റെ ഇന്നത്തെ കളി മുടങ്ങുന്ന ഓർത്ത്. ആൻറ്റിയുടെ മോനൊക്കെ കളിക്കാൻ പോയി, ഞാൻ മാത്രം ഇവിടെ. എൻ്റെ പൊന്നു മോനല്ലേ. ആൻറ്റി പെട്ടെന്ന് കറന്നു തരാം. ഞാൻ ദേഷ്യം പറിച്ചു നിന്നു. ആൻറ്റി വീണ്ടും അകത്തേക്ക് പോയി. ആൻറ്റി, ഇത് എവിടെ പോകുക? പശുത്തൊഴുത്ത് പുറത്തല്ലേ? ഒന്ന് പഠിക്കാതെ നിൽക്കിച്ചേക്കാം. ഞാൻ ഈ നൈറ്റ് ഒന്ന് മാറട്ടെ. പുറത്തെ മഴയും ചാണകവും എല്ലാം കൂടെ ആകെ കൂളായി കിടക്കുകയായിരിക്കും. എനിക്ക് വീണ്ടും ദേഷ്യം വന്നു. കുറച്ച് കഴിഞ്ഞ് ആൻറ്റി റെഡ് കളർ നൈറ്റ് ഇട്ട് കൈകളിൽ 2 പാത്രമായി പുറത്തേക്ക് വന്നു. വെള്ളമുള്ള പാത്രം എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കൈ പിടിച്ച് എന്നെയും കുട്ടി തൊഴുത്തിലേക്ക് നടന്നു. ആൻറ്റി പശുവിനെ കറക്കാനുള്ള പരിപാടികൾ നോക്കി. ഞാൻ അവിടെ തന്നെ നിന്നു. ആൻറ്റി പശുവിനെ കറക്കുന്നത് നോക്കി നിന്നു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. ആൻറ്റി എൻ്റെ നോട്ടം കണ്ടു. എന്താ മോൻ, നിനക്ക് കറക്കാൻ പഠിക്കണോ? ഞാൻ പെട്ടെന്ന് ആവശ്യത്തിൽ എന്തെന്ന് ചോദിച്ചു. നീ ആൾ കൊള്ളാലോ. ആൻറ്റി ചിരിച്ചു. ആൻറ്റി പശുവിൻ്റെ മറുവശത്ത് പോയി കറക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒന്നും കാണാൻ പറ്റിയില്ല. ആൻറ്റി പറഞ്ഞു, ഡാ ഇപ്പുറത്ത് വന്ന് നിൽക്ക്, അപ്പോൾ നിനക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഞാനത് കേട്ട് അവിടെ പോയി നിന്നു. ആ കറക്കൽ കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആൻറ്റി എന്നെ കണ്ട് ചിരിച്ചു. ആൻറ്റി ഇരിക്കുന്ന പാത്രം നിരക്കി ശബ്ദമുണ്ടാക്കി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോയത്. ഡാ ഇങ്ങ് വന്നിരിക്കും, നിന്നെ ഞാൻ കറവ് പഠിപ്പിക്കാം. എനിക്ക് സന്തോഷമായി. നല്ല അവസരം. ഞാൻ ആൻറ്റിക്ക് അഭിമുഖമായി കാലിൽ ഇരുന്നു. പുറത്ത് മഴ തകർത്ത് പെയ്യുന്നുണ്ട്. തൊഴുത്ത് ചോരുന്ന വെള്ളം ഞങ്ങൾ രണ്ടുപേരുടെയും ദേഹത്ത് വീഴുന്നുണ്ട്. പശുവിൻ്റെ നിന്ന് ചവിട്ട് കിട്ടുമ്പോൾ എന്നുള്ള പേടിയിൽ ഒരു തെല്ല് ഭയത്തോടു കൂടി തന്നെ ഞാൻ അവിടെ പോയി ഇരുന്നത്. അവിടെ ഇരുന്ന് ആൻറ്റി എനിക്കതെല്ലാം പഠിപ്പിച്ചു തന്നു. എങ്കിലും എനിക്ക് അത്ര നന്നായി ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ ചമ്മൽ മറയ്ക്കാനായി ഞാൻ പറഞ്ഞു, ആൻറ്റി ഇതൊന്നും അത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല, നല്ല പ്രാക്ടീസ് വേണം. എല്ലാം ശരിയാക്കാം, എല്ലാം ശരിയാകും. ആൻറ്റി കറവ കഴിഞ്ഞു. പാലുമായി എന്നെയും കുട്ടി മഴ നനഞ്ഞ് വീട്ടിലേക്ക് ഓടി. ഞാൻ വീടിൻ്റെ ഇതായിട്ട് നിന്നു. ആൻറ്റി അകത്തേക്ക് പോയി. എടാ മോനെ, കയറി വാ, തല തോർത്ത്. ഞാൻ അകത്തേക്ക് കയറി. അവിടെ ആകെ അരണ്ട വിളിച്ചുമായിരുന്നു. ആൻറ്റി തോർത്ത് നീട്ടി. ഞാൻ തോർത്ത് മേടിച്ച് തല തോർത്തി. നശിച്ച മഴ ദേഹം മുഴുവൻ ചൊല്ലിയായി എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയെ സ്ലൈഡിൽ കൈകൾ കഴുകുന്നു. എൽസമ്മേ എന്നെ നീട്ട വിളി കേട്ട് അതിൻ്റെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് ആദ്യം കാണിച്ചു. കഥ കടച്ച് പുറത്തേക്ക് പോയി. വിളിച്ചത് അടുത്തുള്ള മറിയിച്ചേച്ചിയാണ്. അവരൊരു CID കം BBC ആണ്. ഇപ്പോൾ പാല് മേടിക്കാൻ വന്നതാണ്. ഞാൻ കഥകിൻ്റെ വിടവിലൂടെ നോക്കി ചെറുതായി ഒന്ന്. എനിക്ക് കാണാം. പുറത്തെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു. എന്താണ് ഒരു വശപ്പശത്? നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പം വേണ്ടുമുള്ളേ? എൻ്റെ കുഴപ്പത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നിൻ്റെ കുഴപ്പത്തിൻ്റെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. ഈ പെണ്ണിൻ്റെ ഒരു സംശയം. ചുമ്മാതില്ല നാട്ടുകാർ BBC നിൽക്കുന്നത്. അതെടി എനിക്ക് സംശയമാണ്. ചിരിച്ചുകൊണ്ട് ഒന്ന് മിണ്ടാതിരിക്കാൻ ചേച്ചി എന്ന് ആൻറ്റി പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. അല്ലടി ഇവിടെ ഇപ്പോൾ ആരെ കേൾക്കാനാണ്? സത്യം പറ, അകത്തുണ്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് എത്തി നോക്കി. അകത്തേക്ക് കയറി വരാൻ പോയപ്പോൾ പുറത്തു നിന്ന് മറ്റൊരു വിളി. എൽസ ചേച്ചി. അവൾ ചാടിത്തുള്ളി വന്നു. പെട്ടെന്ന് മറിയിച്ച് കണ്ടപ്പോൾ അവൾ ചാട്ടം നിലിച്ചു. മുഖമല്ലാതെയായി. പയ്യൻ നടന്ന് പാൽപാത്രം ആൻറ്റിയുടെ കയ്യിൽ കൊടുത്തു പുറത്ത് മാറി നിന്നു. ആ വന്നല്ലോ, ഞാനോർത്തി അവൾ അകത്ത് കാണുന്നു. ഇടി ഇങ്ങോട്ട് കയറി വന്നേടി. അവൾ തല കുനിച്ച് മറിച്ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ആൻറ്റി അവളുടെ പാല് അളന്ന് പെട്ടെന്ന് കൊടുത്തു. അവൾ അതും മേടിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ അതിന് പിന്നിൽ നിന്ന് വിളിച്ചു, മോളെ ഇതാ നിർമ്മല ഇവിടെ വീട്ടിൽ കൊടുത്തേക്ക്, അതായത് എൻ്റെ അമ്മയുടെ അടുത്ത്. ചെക്കനെ ഇത് ഇവിടെ വെച്ചിട്ട് കളിക്കാൻ പോയി എന്ന് പറഞ്ഞ് എൻ്റെ പാത്രത്തിൽ പാലളന്ന് അവളുടെ കയ്യിൽ കൊടുത്തു വിട്ടു. പെട്ടെന്ന് മാറി ചേച്ചിയുടെ പാലളന്ന് കയ്യിൽ കൊടുത്തു. ചേച്ചീനെ അവൾക്ക് പേടിയാണ്. അവളുടെ പേടിയൊക്കെ മാറ്റിക്കൊള്ളാം. പിന്നെയും എന്തൊക്കെയോ സംസാരിച്ച് കുറേ നേരം കൂടെ നിന്നു അവിടെ. എനിക്കാണെങ്കിൽ എൻ്റെ കളി കഴിഞ്ഞ് കാണുമെന്നുള്ള വിഷമത്തിലായിരുന്നു. ശേഷം മരി ചേച്ചി പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് നിന്നു. നീ ഇരിക്കട, എനിക്ക് ചായ കുടിച്ചിട്ടൊക്കെ പോകാം. അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ കളി കഴിഞ്ഞ് പിള്ളേരൊക്കെ പോറായിട്ടുണ്ടാവും, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെന്നതേയില്ല. എനിക്ക് എന്തോ ഒരു ചമ്മലായിരുന്നു. അത് മാത്രമല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്രിക്കറ്റ് കളി മുടങ്ങുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മയാണ് പാല് വാങ്ങിയ പിന്നെ പോയിരുന്നത്. പിന്നെ അമ്മ എന്നോട് തന്നെ പോകാൻ പറഞ്ഞു. കൊയ്ത്ത് തുടങ്ങിയത് കൊണ്ട് അമ്മയ്ക്ക് നല്ല പണിയാണ്. അപ്പോൾ പിന്നെ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി പാല് വാങ്ങിക്കാൻ. പിന്നെ കണ്ടതും, നീ വന്നു, കുറച്ച് ദിവസമായിലൂടെ കണ്ടിട്ട്. എന്ത് പറ്റി? ഒന്നുമില്ല ആൻറ്റി, കോളേജിൽ നിന്ന് വരുമ്പോൾ വൈകും, അതാ വരാത്തെ. എന്തിനാ നേരം വൈകുന്നേ? അവിടെ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ നിനക്ക്? ഒന്ന് പോകണ്ട ആൻറ്റി, വെറുതെ ഓരോന്ന് പറയാതെ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, നീ നാണിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ അതൊക്കെ നല്ലതാണേ. കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, എന്നാലല്ലേ വലുതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ? ഒന്നും അറിയാത്തൊരു ചാടിൽ ചക്ക, അത് പോകാം ചക്ക. എന്തായാലും നീന്ന് വന്നത് നന്നായി. ഞാൻ നല്ല കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എടുത്തിട്ട് വരാം, ഇവിടെ നിൽക്ക്. അയ്യോ ആൻറ്റി അതൊന്നും വേണ്ട, എനിക്ക് നേരില്ല, അത് നിൽക്കടാ.
ഇവിടെ നിന്ന് കളിക്കാൻ ഓടാനല്ലേ വെറുതെ ഓടിക്കളി, വേറെ അർജൻറ്റ് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ആൻറ്റി എനിക്ക് കൂർക്കട കൊണ്ടുവന്നു. പറയാതെ വയ്യ, നല്ല രുചിയായിരുന്നു. അതും കഴിച്ചുകൊണ്ട് പാൽ വീട്ടിൽ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഓടി. പിന്നീട് എല്ലാ ദിവസവും ആൻറ്റി എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അങ്ങനെ 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 അതെനിക്കൊരു ശീലമായി. അത്രയും രുചിയുള്ള വിഭവങ്ങളായിരുന്നു ആൻറ്റിയുടേത്. അതുകൊണ്ട് കഴിക്കാതിരിക്കാൻ കഴിഞ്ഞതുമില്ല. പിന്നെ വോളിബോൾ കളിയേക്കാണ് എനിക്കിഷ്ടം ആൻറ്റിയുടെ വിഭവങ്ങളോടായി. ശേഷം ഞങ്ങൾ തമ്മിൽ നല്ല കമ്പനിയായി. അങ്ങനെ ഒരിക്കൽ ഞാൻ പാല് വാങ്ങിക്കാനായി അങ്ങോട്ട് പോയൊരു ദിവസം, അന്നും ഇതുപോലെ നല്ല മഴയായിരുന്നു. നല്ല മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ആൻറ്റി കറന്ന് പാലുമായി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, അല്ല ആൻറ്റി ഇന്ന് എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അയ്യോടാ, ഇന്നേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ വിചാരിച്ചു ആൻറ്റി എനിക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കാണുമെന്ന്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും ഉണ്ടാക്കാതെ വന്നേ. എന്നാ എന്നെ എന്നുണ്ടാക്കും? ആ, ഒരു കാര്യമുണ്ട്, ഫ്രിഡ്ജിൽ അപ്പത്തിൻ്റെ മാവുണ്ട്. ഞാനതപ്പം ചോറ് ചുട്ട് തരട്ടെ? എന്തായാലും മതി. ഇപ്പോൾ ആൻറ്റിയുടെ എന്തെങ്കിലും കഴിച്ചാലേ വയറിന് മനസ്സിലൊരു സുഖമുള്ളൂ. അത് കഴിഞ്ഞ് കഴിക്കാൻ നല്ല ഉഷാറാ. ഇന്ന് ഈ മഴയത്ത് കളിയുണ്ടോ? ഇന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ശരി, എന്താ വാ അകത്തേക്ക് ഇരിക്കാം. അങ്ങനെ ആൻറ്റി അടുക്കളയിൽ ചെന്ന് കല്ല് ചൂടാക്കി നല്ല ചുട് അപ്പം എനിക്ക് മുന്നേ വിളമ്പി വെച്ചു. ഒപ്പം നല്ലൊരു മുട്ടക്കറിയും. ഓ, അതിൻ്റെ ഒരു രുചി എൻ്റെ നാവിന്ന് ഇപ്പോഴും പോയിട്ടില്ല. വർഷങ്ങൾ അങ്ങനെ ഏറെ കഴിഞ്ഞു. എൻ്റെ കോളേജ് കാലം മുഴുവൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ആൻറ്റിയുടെ എന്തെങ്കിലും വിഭവങ്ങൾ കഴിച്ച് ഞാനൊരു ഗുണ്ടുമണിയായി മാറിയിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്നും പോയി മറ്റൊരു സ്ഥലത്തേക്ക്. എനിക്ക് പുതിയ വേറെ അഡ്മിഷൻ അവിടെ പുറത്ത് ശരിയായി. അതുകൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ ആൻറ്റിയുടെ വിഭവങ്ങൾ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാൻ, ആൻറ്റി ഇപ്പോൾ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും. എന്തായാലും ആൻറ്റിയുടെ ഭർത്താവ് ഒരു കുടിയനായതുകൊണ്ട് അങ്ങേർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. കാരണം കുടിച്ചു വന്നു കഴിഞ്ഞ് അടി പിടിയും കഴിഞ്ഞ് കട്ടിൽ കയറി ഉറങ്ങുന്നതല്ലേ അങ്ങേരെ പണി. അതുകൊണ്ട് അതൊന്നും രുചിക്കാനുള്ള ഭാഗ്യം അങ്ങേർക്കില്ല. ഇപ്പോൾ ആർക്കാണപ്പോൾ അതിൻ്റെ ഭാഗ്യം. അപ്പോൾ ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല ഒരു കഥയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.